അങ്ങനെ വീട്ടിൽ ഇരുന്ന് മടുത്ത് മടുത്ത് ഞാനൊരു ദിവസം അമ്മ വീട്ടിൽ നിൽക്കാനായിട്ട് പോയേ. അങ്ങനെ 12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെ ടൂ വീലറിലാണ് പോയത്. കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ നമ്മുടെ സ്ഥലത്തെത്തി. അത്യാവശ്യം പ്രകൃതി രമണീയമായ സ്ഥലമാണെങ്കിൽ പോലും റേഞ്ച് കിട്ടത്തില്ല, ആ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ വീട്ടിൽ വന്ന് കയറി ഉടനെ കൊണ്ടുവന്നതിൽ നിന്ന് ഒരു നെയ്യപ്പം എടുത്ത് കഴിച്ചുകൊണ്ട് ഞാൻ അടുക്കളയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ടായിരുന്നേ. അങ്ങനെ ഇത് മാമൻ്റെ വീട്ടിലെ പട്ടിയാണ്. സുഖു എന്നാണ് പേര്. ഒരു വയസ്സേയുള്ള ആൾക്ക്. ഇത് മാമൻ്റെ വീടാണ്. അങ്ങനെ മൂത്ത മാമനൊത്ത് ഞങ്ങൾ കുഞ്ഞുമാവെ കാണാനായിട്ട് പോയി. അങ്ങനെ ആ കസിൻ്റെ കുഞ്ഞാണ്. പുള്ളിക്കാരിക്ക് അത്യാവശ്യം പനിയാണ്. എന്നാൽ പോലും നമ്മളെ പറ്റുന്ന രീതി എൻ്റർടൈൻ ചെയ്ത് നമ്മുടെ കൂടെ കളിച്ചിട്ടൊക്കെയാണ് കുഞ്ഞിരിക്കുന്നത്. നല്ല ക്ഷീണമുണ്ട് കുഞ്ഞിൻ്റെ മുഖത്ത്. അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് വീണ്ടും അമ്മ വീട്ടിലേക്ക് തന്നെ പോയി. അമ്മ വീട്ടിൽ പോയി രാത്രി നമ്മൾ 2008 നടന്ന മാമൻ്റെ കല്യാണ സൈഡ് കാണുമായിരുന്നു പരിപാടി. അതിൽ എന്നെ നോക്കിക്ക് കല്യാണപ്പെണ്ണിനെയൊക്കെ തോണ്ടി വിളിച്ച് നല്ല ക്യൂട്ടായിട്ടുണ്ട്. എല്ലാവരും അത് കണ്ട് ചിരിക്കുകയൊക്കെ ആയിരുന്നു. അങ്ങനെ കിടന്നിറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ നല്ല മഴയായിരുന്നു. പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഇറങ്ങി അധികം വീഡിയോസ് എടുക്കാൻ ഒത്തില്ല. നേരെ മാമിയെ കാണാൻ വേണ്ടിയിട്ട് ആയുർവേദ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. മന്നത്ത് ഹോസ്പിറ്റലാണ് പന്തളം. അങ്ങനെ മാമിയെയും മാമനെയൊക്കെ കണ്ട് സംസാരിച്ച ശേഷം വീട്ടിലേക്ക് തിരിച്ചു. അന്ന് ഇത്രയേ ഉള്ളൂ.